റസൂൽ പൗലോസ് റുമാനിയക്കാർക്കെഴുതിയ റിസാലാത്ത് അധ്യായം 14. ഈമാനിൽ ഉറപ്പില്ലാത്തവനെ കബൂലാക്കുവിൻ, എങ്കിലും അവൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് തർക്കിക്കരുത്. കുറച്ചുപേർ അവർക്ക് എന്തും മുജീനിക്കാമെന്ന് വിശ്വസിക്കുന്നു. ദുർബലനായവൻ സത്യാഹാരം മാത്രം മുജീനിക്കുന്നു. എല്ലാം മുജീനിക്കുന്നവൻ മുജീനിക്കാത്തവനെ നിന്ദിക്കരുത്. മുജീനിക്കാത്തവനെ ഹിസാബ് ചെയ്യുകയും അരുത്. കാരണം അള്ളാഹു അവരെ കബൂൽ ചെയ്തിരിക്കുന്നു. മറ്റൊരാളുടെ ഖാദിമിനെ ഹിസാബ് ചെയ്യാൻ നീ ആരാണ്? സ്വന്തം മാലിക്കിൻ്റെ ഹദറത്തിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത്. അവനെ താങ്ങി നിർത്താൻ റബ്ബിന് കഴിവുള്ളതുകൊണ്ട് അവനെ ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും. ചിലർ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തേക്കാൾ പ്രാധാന്യമുള്ളതാണെന്ന് കരുതുന്നു. വേറെ ചിലർ എല്ലാ ദിവസങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നു. ഓരോരുത്തരും ചെയ്യുന്നത് അവരവരുടെ ഖൽബിൻ്റെ ഉത്തമ ബോധ്യം അനുസരിച്ചായിരിക്കണം. ഏതെങ്കിലും ദിവസം ആചരിക്കുന്നവൻ റബ്ബിൻ്റെ മദഹിനായിട്ടാണത് ആചരിക്കുന്നത്. ഉജീനിക്കുന്നവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നത് കൊണ്ട് റബ്ബിൻ്റെ മദഹിനായി ഉജീനിക്കുന്നു. ഉജീനിക്കാത്തവൻ റബ്ബിൻ്റെ മദഹിനായി അതുപേക്ഷിക്കുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും ചെയ്യുന്നു. നമ്മളാരും നമുക്ക് വേണ്ടി മാത്രം ഹയാത്തിലിരിക്കുന്നില്ല, നമുക്ക് വേണ്ടി മാത്രം മൗത്താകുന്നുമില്ല. നമ്മൾ ഹയാത്തിലിരിക്കുന്നുവെങ്കിൽ റബ്ബിനായി ഹയാത്തിലിരിക്കുന്നു, മൗത്താകുന്നുവെങ്കിൽ റബ്ബിനായി മൗത്താകുന്നു. അതുകൊണ്ട് ഹയാത്തായാലും മൗത്തായാലും നമ്മൾ റബ്ബിനുള്ളവരാണ്. ഇങ്ങനെ മൗത്തായവരുടെയും ഹയാത്തിലിരിക്കുന്നവരുടെയും റബ്ബായിരിക്കുന്നതിന് വേണ്ടിയാണ് അൽ മസീഹ് മൗത്തായതും വീണ്ടും ഹയാത്തിലായതും. പിന്നെന്തിനാണ് നീ നിൻ്റെ അഹുവിനെ ഹിസാബ് ചെയ്യുന്നത്? അല്ല, നീ എന്തിനാണ് നിൻ്റെ അഹുവിനെ നിന്ദിക്കുന്നത്? നാം എല്ലാവരും അള്ളാഹുവിൻ്റെ ഖിയാമത്തിൽ അവൻ്റെ അർശിൽ നിൽക്കേണ്ടവരാണല്ലോ. കിതാബുൽ മുഖദ്ദസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ഹയാത്തിലിരിക്കുന്നത് കൊണ്ട് എല്ലാവരും എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. എല്ലാ നാവുകളും അള്ളാഹുവിൻ്റെ മദ്ഹ് പറയുമെന്ന് റബ്ബ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിനാൽ നമ്മൾ ഇനി തമ്മിൽ ഹിസാബ് ചെയ്യരുത്. നിൻ്റെ അഹുവിന് ഒരിക്കലും തടസ്സമോ ശക്കോ ഉണ്ടാക്കുകയില്ലെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. സ്വയമായി നജസായത് ഒന്നുമില്ലെന്ന് റബ്ബായ ഈസയിലുള്ള ഈമാൻ വഴി ഞാൻ അറിയിക്കുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരു വസ്തു നജസാണെന്ന് കരുതുന്നവന് അത് നജസാകുന്നു. ഒജീനത്താൽ നിൻ്റെ അഹുവിൻ്റെയോ ഉക്തിയുടെയോ കൽബ് വിഷമിക്കുന്നെങ്കിൽ നിൻ്റെ പെരുമാറ്റം മുഹബ്ബത്തിന് ചേർന്നതല്ല. അൽ മസീഹ് ആർക്കു വേണ്ടി മൗത്തായോ അവനെ നിൻ്റെ ഒജീനം കൊണ്ട് ഫസാദാക്കരുത്. ഇങ്ങനെ നിങ്ങളുടെ ഖൈർ ഷർറായി പറയാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ രാജ്യമെന്നാൽ തീറ്റയും കുടിയുമല്ല, എന്നാൽ നീതിയും സലാമത്തും റൂഹുൽ ഖുദ്ദൂസിലുള്ള സആദത്തുമാണ്. ഇപ്രകാരം അൽ മസീഹിന് ഖിദ്മത്ത് ചെയ്യുന്നവൻ അള്ളാഹുവിന് മഖ്ബൂലായവനും ഇൻസാന് മംദൂഹായവനുമാണ്. അതുകൊണ്ട് സലാമത്തിനും പരസ്പരം റൂഹിയത്ത് വർദ്ധിക്കുന്നതിനും നമുക്ക് ശ്രമിക്കാം. ഒജീനത്തിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അമലുകൾ നശിപ്പിക്കരുത്. എല്ലാ വസ്തുക്കളും തൊഹൂറാണ്. എന്നാൽ മറ്റൊരാളെ പാപത്തിൽ വീഴാൻ ഇടയാക്കുന്ന വിധം ഒജീനിക്കുന്നത് തെറ്റാണ്. ഇറച്ചി തിന്നാതെയും വീഞ്ഞ് കുടിക്കാതെയും നിൻ്റെ ഇഖ്വാനീങ്ങൾക്ക് പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. നിനക്കുള്ള ഈമാൻ അള്ളാഹുവിൻ്റെ ഹദറത്തിൽ നിനക്കായി സൂക്ഷിക്കുക. ഒരാൾ ശരിയെന്ന് അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ മനസ്സാക്ഷി കുറ്റപ്പെടുത്താത്തവൻ നസീബുള്ളവനാണ്. എന്നാൽ സംശയത്തോടെ ഉജീനിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. കാരണം അവൻ്റെ അമലുകൾ ഈമാൻ അനുസരിച്ചല്ല. ഈമാനിൽ നിന്നല്ലാതെ തുടങ്ങുന്നതെല്ലാം പാപമാണ്.